24 ആതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ പോലീസ് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ മർദ്ദിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ വ്യാജ പരാതിയിലാണ് റൂബിൻ ലാലിനെ പോലീസ് അർദ്ധരാത്രി വീട് വളഞ്ഞ് കൊടും കുറ്റവാളി എന്നതുപോലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എസ് ശ്രീകാന്ത് ഉണ്ട് ആതിരപ്പള്ളിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് കടുത്ത സമ്മർദ്ദം ഈ സർക്കിൾ ഇൻസ്പെക്ടറിന് മേൽ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്യാൻ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്നും വിളി ഈ റൂറൽ എസ് പിക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം. എസ് പി ആക്ഷൻ എടുക്കാൻ നിർദ്ദേശിച്ച പ്രകാരമാണ് നടപടി ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു ഈ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ താഴെത്തട്ടിൽ നടന്ന ഗൂഢാലോചന മാത്രമല്ല ഇത് എന്ന് ഇപ്പോൾ തെളിയുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഉന്നത ഉദ്യോഗസ്ഥർ, വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ച് എസ് പിയോട് പറയുന്നു കേസ് എടുത്തേ തീരൂ, അറസ്റ്റ് ഉണ്ടായേ തീരൂ എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എസ് പി ആക്ഷൻ എടുക്കാനൊരു നിർദ്ദേശം നൽകുന്നു. തുടർന്ന് നടപടി ഉണ്ടാകുന്നു. ആ തരത്തില് ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇനിയും കിട്ടുന്ന വിവരം അതാണ്. അത് നമുക്ക് അത്യാവശ്യം ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാനും സാധിക്കുന്ന വിവരമാണ്. അത്തരത്തിൽ താഴെത്തട്ടിൽ നടന്ന ഒരു ഗൂഢാലോചന മാത്രമായി ഇതിനെ ഒതുക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല. 2, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത വിരോധം റൂബിൻ ലാലിനോട് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അവരുടെ ചില പ്രവർത്തനങ്ങൾ അത് ചോദ്യം ചെയ്യുകയും അതിനെതിരെ വിവരാവകാശ നിയമം പ്രകാരം ഈ അപേക്ഷകൾ വെക്കുകയും വലിയ ബുദ്ധിമുട്ടുകൾ അത്തരത്തിൽ ഉണ്ടാക്കുകയും ചെയ്തയാളാണ് റൂബിൻ ലാൽ. അത് മുഖവിലേക്കെടുത്തുകൊണ്ട് അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ റൂബിൻ ലാലിനെതിരെ ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ വനം വകുപ്പും തീരുമാനിച്ചത്. കിട്ടിയ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം എന്നതാണ് അവരും ലക്ഷ്യമിട്ടത്. നിലവിൽ വനം വകുപ്പിന്റെ PROയുടെയൊക്കെ ഭാഗത്തുനിന്നും ചില നീക്കം നടക്കുന്നുണ്ട്. അതായത് ഏതോ ഒരു റൂബിൻ ലാൽ, ഈ അതിരപ്പള്ളിയിലുള്ള ഏതോ ഒരു റൂബിൻ ലാൽ ഈ വനത്തിനുള്ളിലേക്ക്, അതും കൊടും വനത്തിനുള്ളിലേക്ക്, റിസർവ് ഫോറസ്റ്റിലേക്ക് അതിക്രമിച്ചു കയറി. ആ അതിക്രമിച്ചു കയറിയ ആളെ കേസെടുത്തിട്ടുണ്ട്, വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ അതിരപ്പള്ളി സ്റ്റേഷനിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ വിളിച്ചറിയിക്കുകയാണ് വനം വകുപ്പിന്റെ PROയും. അല്ല ശ്രീകാന്ത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ നിലയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി തെറ്റായ വാർത്ത നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു ആ സ്വാധീനത്തിൽ വീണിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തെറ്റായി അവർ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരാൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയ ഏതോ ഒരു റൂബിൻ ലാൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് റൂബിൻ ലാലിനെ അറിയാം, ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നമ്മളെക്കാൾ നന്നായി റൂബിൻ ലാലിനെ അറിയാം. അവിടെ നിന്ന് അതിരപ്പള്ളിയിലെ ഈ വന്യജീവി മനുഷ്യരുമായിട്ടുള്ള സംഘർഷത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ വീഴ്ചകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് റൂബിൻ ലാൽ. മാത്രമല്ല ശ്രീകാന്ത്, ഇവിടെ നേരത്തെ ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുകയായിരുന്നു ഇതിനകത്തൊരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. അതിന് തടസ്സമാകുന്നു റൂബിൻ ലാലിന്റെ റിപ്പോർട്ടുകൾ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രതികാര നടപടി എന്ന നിലയിൽ ഇങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടാവുക എന്ന് നേരത്തെ ദീപകിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കേട്ടു. എന്തുകൊണ്ട് വനം വകുപ്പ് ഈ തരത്തിൽ ഇതുപോലൊരു സംഭവത്തിൽ ഇത്ര വലിയ സമ്മർദ്ദം പോലീസിന് മേൽ ചുമത്തി? എന്തായിരിക്കും അതിനുള്ള കാരണം? എന്തുകൊണ്ട് പോലീസ് അതിന് വഴങ്ങേണ്ടി വന്നു? അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങളും ഇത് അന്വേഷിക്കേണ്ടതാണ്. ഗോപികൃഷ്ണൻ, അത് ഇവിടെ മാത്രമല്ല, ഈ അതിരപ്പള്ളിയിൽ ഉണ്ടായ ഈ ഒരു സംഭവം മാത്രമല്ല, അത് നമ്മൾ രാവിലെ മുതൽ ഈ വിഷയം ഇത്രയധികം ചർച്ചയാക്കി സജീവമാക്കി ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാകരുത് എന്ന് ഉറപ്പിച്ചിറങ്ങിയത് കൊണ്ടാണ് ഈ വിഷയം ഇത്രയധികം ചർച്ചയായതുമെല്ലാം. ദേവികുളത്തൊരു പാവപ്പെട്ട മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ ഈ വനം വകുപ്പ് കള്ളക്കേസിൽ കുടുക്കിയത് അടുത്ത് നമ്മൾ കേട്ട വാർത്തയാണ്. അവസാനം അയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വിട്ടയക്കുന്ന സാഹചര്യവും ഉണ്ടായി. വനം വകുപ്പിന്റെ പ്രവർത്തനം ഇത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അവരെ എതിർക്കുന്ന, അവരുടെ നടപടികളെ ചോദ്യം ചെയ്യുന്ന, അവരവരുടെ പണി കൃത്യമായി എടുക്കാത്തത് ചോദ്യം ചെയ്യുന്ന ആളുകളെ വനത്തിൽ അതിക്രമിച്ച് കടന്നു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഈ 2 വകുപ്പുകൾ ചേർത്ത് ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിക്കുക എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. റൂബിൻ ലാലിനെതിരെ പയറ്റിയതും അതാണ്. ഏറ്റവും പുതിയ വിവരം ഇത് ഞെട്ടിക്കുന്നതാണ്. ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതോടൊപ്പം ഇതേ സ്റ്റേഷനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരും നിലവിലിപ്പോൾ ചില മാധ്യമ സ്ഥാപനങ്ങളിൽ വിളിച്ച് അവർക്ക് വിവരം നൽകാൻ ശ്രമിക്കുകയാണ്. ഏതോ ഒരു റൂബിൻ ലാൽ എന്ന പേരിൽ അറസ്റ്റിലായിട്ടുണ്ട്, വനത്തിൽ അതിക്രമിച്ച് കയറിയതാണ് കുറ്റം എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലേക്കും കോള് പോകുന്നുണ്ട്.
നമ്മുടെ തന്നെ പല സഹപ്രവർത്തകരും അക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്യുന്നു. സ്വയം പരിഹാസ്യരാവുകയാണ് ഈ അവസാന നിമിഷവും പോലീസും വനം വകുപ്പിലെ ചില തൽപര കക്ഷികളും എന്ന് പറയാതിരിക്കാനാകില്ല. കാരണം എങ്ങനെയെങ്കിലും തങ്ങളുടെ തലയിൽ നിന്നും ഈ പ്രശ്നം ഒന്ന് ഇറങ്ങിപ്പോകണം എന്നാഗ്രഹിക്കുകയാണ് ഇപ്പോഴവർ. സംസ്ഥാനത്തുടനീളം ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇതൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ആ ഒരൊറ്റ പ്രശ്നത്തിനാൽ തന്നെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന അവസ്ഥയിലാണ് നിലവിലിപ്പോൾ പോലീസും അതോടൊപ്പം വനം വകുപ്പും ഉള്ളത്. അതിനാണ് ഈ റൂബിൻ ലാൽ എന്ന ഒരു ആൾ അറസ്റ്റിലായിട്ടുണ്ട്. ആ റൂബിൻ ലാൽ എന്ന് പറയുന്ന ആൾക്ക് ഊരോ പേരോ അയാൾക്ക് ജോലിയോ മറ്റൊന്നും തന്നെ പറയുന്നില്ല. അറസ്റ്റിലായി അയാൾ വനത്തിനുള്ളിലേക്ക്, റിസർവ് വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി. ഇനി നിങ്ങൾ ആ വാർത്തയൊന്ന് അടിച്ചു തരൂ, ആ വാർത്തയൊന്ന് കത്തട്ടെ, ഈ രീതിയിലാണ് ഈ വാർത്തകൾ ചോർത്തിക്കൊടുക്കുന്ന പോലീസ് സ്റ്റേഷനിലെയും അതോടൊപ്പം വനം വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ഇപ്പോൾ പെരുമാറുന്നത്. അവരോട് പറയാനുള്ളത്, ഞങ്ങളുടെ തന്നെ സഹപ്രവർത്തകർ പല മാധ്യമ സ്ഥാപനങ്ങളിലുമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അവരെയൊക്കെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്നുള്ളതാണ്. ഈ വാർത്തകൾ എത്താൻ അധിക സമയമൊന്നും വേണ്ട എന്നുള്ളതാണ്. ഇനിയെങ്കിലും ചെയ്ത തെറ്റ് തിരുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ സ്റ്റേഷനിലെയും വനം വകുപ്പിലെയും ഉദ്യോഗസ്ഥർക്ക് ചെയ്യാനുള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.